പേട്രിയറ്റ് സംവിധായകൻ മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ സിനിമ പേട്രിയറ്റ് FDFS കണ്ടു. ഭരണകൂടത്തിലെ അധികാര ശക്തികളുടെ വലിയ സഹായത്തോടെ സാധാരണ ജനങ്ങളുടെ സ്വകാര്യത നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ഡിജിറ്റൽ സ്കാമിൻ്റെ കഥയാണ് സിനിമയുടെ കാതൽ എന്ന് തന്നെ പറയാം. ഇതിനെതിരെ മുൻപ് ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്ന ഏതാനും പേർ നടത്തുന്ന ചെറുത്തുനിൽപ്പും പോരാട്ടവുമാണ് സിനിമയുടെ കഥാഗതി. മമ്മൂട്ടി ഡാനിയൽ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ കേണൽ റഹീം എന്ന ക്യാരക്ടറായി മോഹൻലാലും സിനിമയിലേക്ക് എത്തുന്നു. മൈക്കിളായി കുഞ്ചാക്കോ ബോബനും ശക്തിയായി ഫഹദ് ഫാസിലും വേഷമിടുന്നു. ലതികയായി നയൻതാരയും ജ്യോതിയായി ദർശനയും വരുന്നു. ജിനു ജോസഫും രേവതിയും മറ്റു പ്രധാന വേഷങ്ങളിൽ സിനിമയിലുണ്ട്. പേട്രിയറ്റിൽ എല്ലാ താരങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ രംഗങ്ങൾ എല്ലാം തന്നെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളോ സ്പെഷ്യാലിറ്റിയോ ഒന്നുമില്ലാതെ സാധാരണ സീൻസ് ആയിരുന്നു. പക്ഷേ സിനിമയിൽ മോഹൻലാലിൻ്റെ വരവിന് സംഗീത സംവിധായകനും അണിയറ പ്രവർത്തകരുമെല്ലാം ഒരു രാജകീയത കൊടുത്തതായി തോന്നി. ആകെ സിനിമയുടെ ഒഴുക്കിനും കഥ പറച്ചിലിനും ഒക്കെ ഒരു മഹേഷ് നാരായണൻ ടച്ച് ഉണ്ടായിരുന്നു. സാവധാനത്തിൽ പതിയെയാണ് പടം കഥ പറഞ്ഞു പോകുന്നതും ഫുൾ സ്റ്റോപ്പ് ഇടുന്നതും. അതിമാനുഷികത്വം നിറഞ്ഞ ഹീറോ വേഷമോ സപ്പോർട്ടിംഗ് റോളുകളോ അല്ല പേട്രിയറ്റിൽ ഉള്ളത്. മറിച്ച് ഡാനിയലും മൈക്കിളും ഒക്കെ ഒരു എനർജി കുറഞ്ഞ തരം ക്യാരക്ടേഴ്സായി സിനിമയിൽ വരുന്നു. ശക്തിയും കേണൽ റഹീമും കുറച്ച് ലൗഡായുള്ള ക്യാരക്ടേഴ്സായും പേഴ്സണലി ഫീൽ ചെയ്തു. പേട്രിയറ്റിന് ഇത്രയും നീളം വേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പലയിടത്തും ഉയർന്നതായും തോന്നിയില്ല. ഇത്രയും താരങ്ങളും പടത്തിലെത്തുമ്പോൾ സാധാരണ പ്രേക്ഷകർ ഒരു മാസ് മസാല ഐറ്റം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തിയേക്കാം. പക്ഷേ അത്തരത്തിൽ മാസ് എലമെൻറ്റ്സ് വരുന്ന രീതിയിലല്ല പേട്രിയറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പ് മോണിറ്ററുകളും ഫോൺ സ്ക്രീനുകളും കാണിച്ചുകൊണ്ടാണ് സിനിമ പല രംഗങ്ങളിലും കഥ പറഞ്ഞു നീങ്ങുന്നത്. സിനിമയുടെ തീമും അത്തരത്തിൽ ഉള്ളതായതുകൊണ്ടാവാം ഇത്തരത്തിലൊരു കഥ പറച്ചിൽ എന്ന് തോന്നുന്നു. പല രാജ്യങ്ങളിലായി ചിത്രീകരിച്ചിരിക്കുന്ന പേട്രിയറ്റിൽ 60% ഇൻഡോർ രംഗങ്ങളാണ് കാണുന്നത്. നയൻതാരയ്ക്കൊക്കെ സീനുകളും മൊത്തത്തിൽ കുറവാണ്. പേട്രിയറ്റിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പക്ക മഹേഷ് നാരായണൻ്റെ സ്റ്റൈലിൽ കഥ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന സിനിമയാകുന്നു പേട്രിയറ്റ്. ഒരു മാസ് മസാല പരിപാടി പ്രതീക്ഷിക്കാതെ ഒരു സീരിയസ് കഥപ്പടം കാണാനുള്ള മൈൻഡിൽ തിയേറ്ററുകളിലേക്ക് എത്തിയാൽ ഔട്ട്പുട്ട് കിട്ടും.